ഇപ്പൊ ഇന്റർവ്യൂസിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ചേച്ചി ഭയങ്കര കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ടും ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മറുപടി കൊടുക്കുക. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് എല്ലാരും ഭയങ്കര ചേച്ചിയുടെ തഗ് ലൈഫിനെ പറ്റി ഭയങ്കര ട്രോളും കാര്യങ്ങളൊക്കെ വരുമല്ലോ. ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. സംഭവം ശരിയാ. പിന്നെ പോക്കൃത്തല്ലേ അവര് കാണിക്കുന്നത്? കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? അല്ല ശരിക്കും ചേച്ചി എന്തെങ്കിലുമൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ പോകുമ്പോഴത്തേനും ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം. അതല്ലാതെ ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നുണ്ട് യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളിപ്പോ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി പറയുന്നത് അത് തഗ് ആവുന്നത് എങ്ങനെയാന്ന് എനിക്ക് പോലും അറിയില്ല. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എങ്ങനെയാണ് തഗ്, ഇതൊക്കെ തഗ്ഗാണോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ. മലയാളത്തിലാണെങ്കിൽ നമുക്ക് ഓക്കെ, നമുക്ക് കുഴപ്പമില്ലാതെ. തമിഴിൽ വരെ പോയിട്ട് തമിഴിൽ ഇന്റർവ്യൂസ് ഇവിടെ ഹിറ്റാണ്. ഇതൊക്കെ എത്രയോ ചെറിയ കാര്യം. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ആളുകളൊക്കെ കണ്ണ് തള്ളിയിരിക്കുക. നീ എന്റെ അടുത്ത് വരാൻ എന്റെ ഇത്ര വൈകിയത്. അപ്പൊ നിങ്ങളുടെ കണ്ടന്റിന് വേണ്ടി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഇത് നിങ്ങൾക്ക് മാത്രമേ ഗുണമുള്ളൂ. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെ വല്ല വെസ്റ്റേൺ മാരേജോ കഴിക്കാനേ സാധ്യതയുള്ളൂ. എനിക്ക് ആൾക്കാർ പറ്റില്ല, എനിക്ക് ചൂടെടുക്കാൻ പറ്റില്ല. എനിക്ക് കല്യാണം എന്ന് ആലോചിക്കും എനിക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന സാധനം ചൂടാണ്. ആ ഭരിതം കുട്ടി ഞങ്ങളുടെ ഇഷ്ടമായില്ല തോന്നുന്നു. അല്ല, ഞാൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞോ? ഏയ് ഒന്നുമില്ല. യൂട്യൂബ് ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ. ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവാ. അതിലെ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.